ടീനേജിലൊക്കെ വരുന്ന നമ്മുടെ പിമ്പിൾസ് ഉണ്ടല്ലോ, ടീനേജിലൊക്കെ പിമ്പിൾസ് വരാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം എക്സസ് ആയിട്ടുള്ള ഓയിൽസാണ് കുട്ടികളുടെ ഫേസിലേക്ക് വരിക. അത് ആൺകുട്ടികൾക്കാർക്കും പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഭയങ്കര ബ്ലാക്ക് ഔട്ട്സും വൈറ്റ് ഹെഡ്സും വരിക, ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ കുരു വരാനുള്ളൊരു ടെൻഡൻസി. അത്തരം കുട്ടികൾക്കൊക്കെ ഈ ഒരു പാക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്, ഓർഗാനിക്കാണ്. ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് മെയിനായിട്ട് മുൾട്ടാനി മിറ്റി, കയോലിൻ, അതുപോലെ തന്നെ കലാമിൻ പിങ്ക്, അതുപോലെ ചന്ദൻ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചേർത്തിട്ടുള്ളത്. കുറച്ച് 2-3 അതുപോലെ തന്നെ പിമ്പിൾസിനുള്ള ഓർഗാനിക്കായിട്ട് 2-3 എക്സ്ട്രാ പൗഡേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു പാക്കിനും ബേസായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യും. ഇപ്പം നിങ്ങൾ പേഴ്സണലി നമുക്ക് മഞ്ഞളിടുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ പാക്കുകൾ ഉണ്ടാക്കുന്നുണ്ടാവാം പല ഫ്രൂട്ട്സുകൾ വെച്ചിട്ട്, പപ്പായോ എങ്ങനെയാണെങ്കിലും അതിലേക്കൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് ബേസായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് ഫേസ് പാക്കിൻ്റെയും ബേസ്, ഇനിയിപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ഉപയോഗിച്ച് നമുക്ക് ഇത് ഫേസ് വാഷ് മിക്സ് ചെയ്യാൻ പറ്റും. കാരണം നേരെ ഫേസ് വാഷ് യൂസ് ചെയ്യാത്ത ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ കുറച്ച് ഈ പൗഡർ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏതിനും ഫേസിൽ ഉപയോഗിക്കാവുന്ന ഏതൊരു പാക്കിനും കോഫി പൗഡറും ഇതും കൂടി മിക്സ് ചെയ്യാം. അരിപ്പൊടി എടുക്കുമ്പോൾ അതിലേക്ക് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന നോർമൽ ഫേസ് പാക്ക് അതിലേക്ക് നമുക്ക് ബേസായിട്ട് ഈ ഒരു പാക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിഗ്മെൻറ്റ് മെലാസ്മയ്ക്ക് നമുക്ക് ഏതെങ്കിലുമൊക്കെ ജ്യൂസോ കാര്യങ്ങളോ, അപ്പോൾ നമ്മൾ പറയും പപ്പായയുടെ ജ്യൂസ്, അങ്ങനെ പലതും നമ്മൾ പറയാറുണ്ട്. അതിനൊക്കെ ഈ ഒരു ബേസ് യൂസ് ചെയ്യുക. അപ്പോൾ ഏത് ഫേസ് പാക്കിൻ്റെയും ബേസായിട്ട് നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. സ്കിൻ ടൈറ്റനിങ്ങിന്, സ്കിൻ ലിഫ്റ്റിന്, ഏജ് കൺട്രോളിങ്ങിന്, ഐ ലിഫ്റ്റിങ്ങിനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു സോപ്പ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ നോർമലി നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയ സോപ്പ് നമുക്ക് ഓൺ മേക്ക് ചെയ്യുന്ന ആഗ്രഹമുള്ള ആളുകൾക്കും ഈ പൗഡർ നമുക്ക് ആ സോപ്പിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന സോപ്പാണെങ്കിൽ അതൊന്ന് മെൽറ്റാക്കി ഈ പൗഡർ അതിലേക്ക് മിക്സ് ചെയ്ത് വീണ്ടും അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും സ്കിന്നിനെ എൻഹാൻസ് ചെയ്യും. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലൊരു ക്രീം, അത് ഒന്നുകിൽ നല്ലൊരു മോയ്സ്ചറൈസറിങ് ക്രീം യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആൽമണ്ട് ഓയിലോ ഏതെങ്കിലും നന്നായിട്ട് മുഖം മസാജ് ചെയ്യാം. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, SPF സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്സ് നിന്ന് UV പ്രൊട്ടക്റ്ററും ഉണ്ട്, UV ഫൈറ്ററും ഉണ്ട്. അതായത് സൂര്യനിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്ന SPF ഉണ്ട്, സൂര്യനോട് ഫൈറ്റ് ചെയ്യുന്ന SPF ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി മേടിക്കണം. വെയിലത്ത് പോകുന്ന സമയത്ത്, അതായത് രാവിലെ പോകുന്ന ഒരു 12 മണി വരെയുള്ള വെയിൽ എന്ന് പറഞ്ഞാൽ ഫൈറ്ററാണ്. 12 മണി ഒരു പ്രൊട്ടക്റ്റഡ് ആണ്. അത് കാരണം നല്ല വെയിലായിരിക്കും രാവിലെ. നമുക്ക് ഓൾമോസ്റ്റ് ഇറങ്ങണ വെയിൽ നമുക്ക് ഭയങ്കര ടേൺ അടിക്കും. അത് നമുക്ക് ഫൈറ്റർ തന്നെയാണ്. അതിനുശേഷം കുറച്ച് ശാന്തമാവും. അപ്പോൾ അതുകൊണ്ട് UV പോകുന്ന സമയം നമ്മൾ എപ്പോഴൊക്കെയാണ് പുറത്ത് പോകുന്നത് അതിനനുസരിച്ചിട്ട് പ്രൊട്ടക്ടറാണോ വേണ്ടത് ഫൈറ്ററാണോ വേണം നോക്കിയിട്ട് നിങ്ങൾ UVയുടെ അങ്ങനെ നമുക്ക് അത് എഴുതിയിട്ടുണ്ടാവും, അതിലായിരിക്കും. അത് ഞാൻ കൃത്യമായിട്ടൊരു SPF എടുത്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോഴാണ് SPF മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഹാപ്പി ഗുഡ് മോർണിംഗ്. എന്തായാലും എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് രാവിലെ, പക്ഷെ എന്നാലൊരു വീഡിയോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വിൻ്റർ സീസണാണ്, ഭയങ്കര ക്ലൈമറ്റ് ചേഞ്ചാണ്. ലിപ്പ് ഡ്രൈ ആവുന്നു, കൈകാലുകൾ ക്രാക്ക് ആവുന്നു, ബോഡി ഡ്രൈ ആവുന്നു, തലമുടിയിൽ താരം വരുന്നു, അതുപോലെ തന്നെ എല്ലാവർക്കും ഫീവറാണ്, ക്ലൈമറ്റ് ചേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മാസമാണ് ഈ ഒരു മാസം. അപ്പോൾ നമ്മുടെ ലിപ്പ് പ്രപ്പാണ്, ലിപ് ബാം അല്ല, ലിപ്പ് പ്രപ്പ് അത് റെഡിയാണ്. അതുപോലെ തന്നെ ഫേസ് മാസ്കുകൾ റെഡിയാണ്. നമ്മളുടെ ഷഫീനാസിൻ്റെ ഷാമ്പു അത് എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ വിളിക്കുക. ബൈ.